എൻ്റെ രോഗത്തെ മാറ്റാൻ, എൻ്റെ ശാപത്തെ മാറ്റാൻ കർത്താവ് മരിച്ചതല്ല, എനിക്ക് വേണ്ടി മരിച്ചതാണ്. ഞാൻ അത്ര വിലയേറിയവനായതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, യു ആർ പ്രഷ്യസ് ടു മീ, നീ എനിക്ക് വിലയേറിയനും മാന്യനുമായിരിക്കുന്നു. താങ്കൾ വിലയേറിയവനാണ്. താങ്കൾ വിലയുള്ളതായതുകൊണ്ട്, താങ്കളുടെ കർത്താവിന് ഇഷ്ടമുള്ളത് കൊണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചതാണ്. കർത്താവ് എന്നെയാണ് ശക്തീകരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അറിയാതെ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് അല്ലേ നമ്മുടെ വിഷയത്തിലേക്ക്. കർത്താവ്, ഞാൻ മഹാകഷ്ടത്തിലായ കർത്താവ് എന്നെ സഹായിച്ചത്. നോ 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 നോ, അങ്ങനെയല്ല. കർത്താവ് യഥാർത്ഥമായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയാതെ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ഇടപെടുന്ന ദൈവത്തെയാണ് നമ്മൾ അറിയാറ്. ഇത് തിരിച്ചറിയോ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? കർത്താവ് ഈ കാര്യങ്ങൾ വന്ന് ചെയ്തിട്ട് പോകുന്ന ആളാണോ? നോ നോ നോ. കർത്താവ് ഈ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി കടയിൽ പോയിപ്പോൾ ഒരു സാധനം വേണമെന്ന് പറയുമ്പോൾ അത് എടുത്തിങ്ങനെ തരും, അങ്ങനത്തെ വ്യക്തിയല്ല കർത്താവ്. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല. കർത്താവ് എന്നെയാണ് ശക്തീകരിക്കുന്നത്. ഫോർ ഗാഡ് ഐ ആം ഇമ്പോർട്ടൻറ്റ്. യേശുവിന് ഞാനാണ് ഇമ്പോർട്ടൻറ്റ്, താങ്കളാണ് ഇമ്പോർട്ടൻറ്റ്. താങ്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് താങ്കൾ ദൈവവചനം കേൾക്കുന്നത്. താങ്കൾ ഈ സത്യം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ആ കർത്താവ് എന്നെ ശക്തീകരിക്കുന്നു, അപ്പോൾ ഞാൻ ശക്തനാകുന്നു. ഹി സ്ട്രെങ്തൻസ് മീ, ഐ ബിക്കം സ്ട്രോങ്ങർ. ഹല്ലേലൂയ. അല്ലാതെ എൻ്റെ വിഷയം വീക്കായിട്ട് ഞാൻ സ്ട്രോങ് ആവുന്നതല്ല, അവൻ എന്നെ ശക്തീകരിക്കുന്നു. അതെ, ഈ സമയത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശക്തരായി തീരട്ടെ.